ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ദിവസം നല്ല അടിപൊളിയായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് കുറേ നാളായി. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒരു 2-3 കൊല്ലമായി തോന്നും. എല്ലാവരും അടിപൊളിയായിട്ട് പോയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും ജീവിതം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ലൈഫ് എല്ലാം ഓക്കെയാണ്. എവറിത്തിങ് ഈസ് ഓക്കെ. ഐ എം ഹാപ്പി, ഐ എം ഹെൽത്തി. കുറേ വിശേഷങ്ങളുണ്ട് 3 കൊല്ലത്തിൽ. അറിയണമെന്നുള്ളവർ ചോദിച്ചാൽ ഞാൻ പറയാം. അതർവൈസ് ദിസ് നോ നീഡ്. ഓക്കെ, ഇന്നത്തെ സംഭവം നമ്മൾ റിയാക്ഷൻ വീഡിയോ ആണ്. ഒബ്വിയസ്ലി ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു ടീച്ചറാണ്, മൂവി ടീച്ചർ, മലയാളം മൂവിൻ്റെ. അത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. I don't know if you have seen my videos before. ഞാൻ ഭയങ്കര ടെക്നിക്കലായിട്ട് ചൂഴ്ന്ന് കയറി നോക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോ പേഴ്സൺ അല്ല. അങ്ങനെയുള്ള വീഡിയോകൾ ഈ അറുത്ത് മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് പറയുന്ന ആൾക്കാരുടെ വീഡിയോസിന് വേണ്ടിയിട്ടാണെങ്കിൽ സ്കിപ്പ് ഇറ്റ്, ഗോ ടു ദ നെക്സ്റ്റ് വീഡിയോ. ആരുടെയെങ്കിലുമൊക്കെ ഡോണ്ട് വാച്ച് മൈറ്റ്, കാരണം അതെന്തായാലും കിട്ടത്തില്ല. ഞാൻ അങ്ങനെ അറുത്ത് മുറിച്ചൊന്നും നോക്കാറില്ല ഒരു കാര്യവും ലൈഫിൽ. സോ ഈവൻ ദിസ് അത് നടക്കാൻ പോണില്ല. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടത്തരം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള കാര്യം എൻ്റെ വായിൽ എന്തെല്ലാം വരാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറയും വായിടുന്നത്. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എ ഫിൽറ്റർ. അതായിരിക്കും ഇതിൽ നിന്നുള്ള കിട്ടാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, I shouldn't probably say this. ഞാനൊരു മൂവിക്ക് കാണാൻ പോകുന്നതിന് മുന്നേ ഒരു ലൈക്ക് കൊള്ളാമെന്നോ കൊള്ളത്തില്ലെന്നോ ഒപ്പീനിയൻ മോൾസോ പടം കണ്ടിട്ട് ഇറങ്ങുന്നവരുടെ അഭിപ്രായം അതൊന്നും റിവ്യൂസോ ഒന്നും ഞാൻ കാണാറില്ല. ഒന്നും നോക്കാറുമില്ല. കാരണം പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞ് ഹൈപ്പൊക്കെ കയറ്റിയിട്ട് കാണാൻ പോയിട്ട് ഇത് കൂതറ പടം എന്നും പറഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടും കൊള്ളത്തില്ലാന്ന് ആൾക്കാരെ പറഞ്ഞിട്ട് പോകാതിരുന്നിട്ട് ഞാൻ പിന്നെ അത് ടി വിയിൽ കണ്ടപ്പോൾ ഇറ്റ് വാസ് റിയലി അമേസിങ്. സോ ഞാൻ ആ റിവ്യൂ കാണുന്ന പരിപാടി ഞാൻ അങ്ങ് നിർത്തി. ഇറ്റ്സ് അപ് ടു യു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടീച്ചർ അതിരടി എന്നും പറഞ്ഞിട്ടുള്ള മലയാളം മൂവിൻ്റെയാണ്. ബേസിൽ ജോസഫ് ആൻഡ് ടോവിനോ തോമസ് ആൻഡ് വിനീത് ശ്രീനിവാസൻ പുള്ളി ഉണ്ടായിരുന്നു. It's gonna be a good one. I have a feeling. It might not be. എനിക്ക് അവരുടെ ബേസിൽ ജോസഫിനെ തന്നെ ഇഷ്ടമാണ്. ചുമ്മാ ആ ചിരി കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ചിരിക്കാൻ തോന്നും, ലൈക്ക് പുള്ളിൻ്റെ ഇൻ്റർവ്യൂസിനൊക്കെ. സോ യാ, I like him. So it's a film directed by അരുൺ അനിരുദ്ധൻ. പുള്ളിക്കാരൻ വേറെ പടങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ലൈക്ക് ഐ സെഡ്, ഞാൻ അറുത്ത് മുറിച്ചൊന്നും നോക്കാറില്ല. സോ I don't know. Produced by Dr. Anandu S. and Basil Joseph. Co-produced by Sameer Tahir and Tovino Thomas. Music Vishnu Vijay, etc. ഒത്തിരിയും പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ റീഡ് ഇറ്റ് യുവർ സെൽഫ് ആസ് വെൽ. നമുക്ക് പോയി വീഡിയോ കാണാം. ഓക്കെ, 1 മിനിറ്റ് 49 സെക്കൻഡ്. സൈക്കോളിക്കാണല്ലോ. ആരാത് ചെയ്തത്? ആ ചെക്കനാണോ? പോലീസുകാരിയുടെ ഗുമ്പ് കൊള്ളത്തില്ല. പോരാ. ആ ചെക്കനല്ലെങ്കിൽ പിന്നെ മറ്റേ ആളാണോ? അതോ ഒരുമിച്ചോ? അതൊക്കെ നിങ്ങൾക്ക്. എനിക്കതങ്ങനെയല്ല. അവർ രണ്ടുപേരും ഒരിക്കലും ചേരാത്ത 2 താലതീർച്ചവന്മാരാണ്. ഒരുത്തം കാട്ടുതീങ്കി, മറ്റവൻ കൊടുങ്കാറ്റ്. അതാരായിരുന്നു കൊടുങ്കാറ്റ്? ബേസിലാണോ? വേറെന്തോ കാരണമല്ലേ? ഇനി വേറെ സംസാരമില്ല. നീ തുടങ്ങണേ, ഞാൻ കേൾക്കാം. കണ്ടല്ലേ? ഇത് വെറുപടിയല്ല. Ready. Mia.
നിങ്ങൾ അത് ശ്രദ്ധിച്ചോന്നറിയത്തില്ല, ഞാൻ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന സമയത്ത് അടി തുടങ്ങിയ സമയത്ത് ഇപ്പം വന്ന് ചാടിയുണ്ട് സൈഡിൽ. ഞാനൊന്ന് ഞെട്ടി സാർ. മൂവി കാരണമല്ല, ഇവൻ കാരണം ഞെട്ടി സാർ. കൊള്ളാമോ എന്ന് ചോദിച്ചാൽ കൊള്ളാം, പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പേടി വന്നത് എന്താണെന്നറിയാമോ? ഇഷ്ടപ്പെട്ടു എനിക്ക്. പോലീസുകാരിയുടെ ഒരു ഗാംഭീര്യം വന്നില്ല എന്നെനിക്ക് തോന്നി. മേ ബി ഫുള്ളായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും പുള്ളിക്കാരിക്ക്. ആ ഒരു ഇതിൽ എനിക്ക് തുടക്കത്തിൽ തോന്നിയില്ല, ഫോഴ്സ്ഫുള്ളായിട്ട് തോന്നി. വിനീത് ശ്രീനിവാസൻ ഒബ്വിയസ്ലി ഇറ്റ് വാസ് ഗുഡ്. ടൊവിനോൻ്റെ ഭാഷേൻ്റെ ആക്സെൻ്റ് ഏത് നാട്ടിൻ്റെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ദാൻ യൂഷ്വൽ. ബൈസലിൻ്റെ ലുക്ക് എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഈ അടി തുടങ്ങട്ട് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ടോവിനോടെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, ചുമ്മാ തല്ലുമാല. ആ പടം പോലെ ആവാതിരുന്നാൽ വളരെ ഉപകാരമായിരിക്കും. അല്ലാതെ ഐ ലവ്ഡ് ഇറ്റ്. ഐ ഡോണ്ട് നോ അബൌട്ട് യു. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഞാൻ പോവും. ഞാൻ ഈ അടുത്തിടയ്ക്ക് പോയി ഒറ്റയ്ക്ക് പടം കണ്ടായിരുന്നു. പേട്രിയോട്ട് പടം ഒറ്റയ്ക്ക് പോയാണ് കണ്ടത്. ആരും ഒന്നുമില്ല എൻ്റെ കൂടെ, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടു. ഇതും മിക്കവാറും ഞാൻ പോയി കാണാൻ ചാൻസ് ഉണ്ട്. It was lovely to see you all again, and we will see you again soon. Love you all. Take care.